CPIM കൊല്ലം ജില്ലാ സെക്രട്ടറിയായി എസ് സുധേവൻ തുടരും. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 44 പേരെ തെരഞ്ഞെടുത്തു. 2 പേരെ പിന്നീട് നിശ്ചയിക്കും. കമ്മിറ്റിയിൽ 4 പേർ പുതുമുഖങ്ങൾ. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. രാജ്കുമാർ, ഒരുപക്ഷെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കള്ളക്കഥകൾ ചമയ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സമ്മേളനം, കൊല്ലം ജില്ലാ സമ്മേളനം അങ്ങനെയാണ് പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 4 പേർ പുതുമുഖങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു ചിലരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ കൊല്ലം ജില്ലാ സമ്മേളനം എടുത്ത തീരുമാനങ്ങൾ, ഒപ്പം തന്നെ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ? സിജു ഈ പറഞ്ഞതുപോലെയാണ് 46 അംഗ ജില്ലാ കമ്മിറ്റി, അതിൽ 44 പേരെ തെരഞ്ഞെടുത്തു. 2 ഇത് ഒഴിവ് അവിടെ വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ആയിരിക്കും ആളുകളെ നിശ്ചയിക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം പ്രതിനിധികളെയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അതിഥി ഇപ്പോൾ CPIMൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട എസ് സുധേവൻ, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഈ സമ്മേളനം എങ്ങനെയുണ്ടായിരുന്നു? പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, പലതരത്തിൽ പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അല്ലെങ്കിൽ CPIMനെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളൊക്കെ പുറത്ത് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് ഈ പാർട്ടി കരുത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സെക്രട്ടറിയായി വീണ്ടും കൊല്ലം ജില്ലയുടെ അമരക്കാരനായി വന്നിരിക്കുകയാണ് പാർട്ടിയുടെ. CPIM കൊല്ലം ജില്ലയിൽ എല്ലാ ഉൾപ്രദേശത്തും ചിട്ടയായി സംഘടനാ പ്രവർത്തനമുള്ള പാർട്ടിയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും കൃത്യമായി പൂർത്തീകരിച്ച് 450 പേർ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനമാണ് 3 ദിവസക്കാലം നടന്നത്. കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് 46 അംഗ ജില്ലാ കമ്മിറ്റിയെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 2 ഒഴിവുകൾ ഇട്ടുകൊണ്ട് 44 പേരെയാണ് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തിയത്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് 36 പ്രതിനിധികളെയും ഐകകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന നിലയിലാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി 3-ാമത്തെ ദിവസമാണ് സമ്മേളനത്തിൽ സംസാരിച്ചത്. ആദ്യത്തെ ദിവസം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചു എന്ന് പോലും വാർത്ത കൊടുക്കാൻ ചില മാധ്യമങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. പാർട്ടി കൂടുതൽ ഐക്യത്തോടെ, കൂടുതൽ കരുത്തോടെ ഇന്നുള്ളതിനേക്കാൾ മുന്നോട്ട് നമ്മുടെ ജില്ലയിൽ പോകും. നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും 26 നിയമസഭാ തിരഞ്ഞെടുപ്പിലും 2011 9 സീറ്റ് വിജയിച്ച കൊല്ലം ജില്ലയിൽ ആ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ 2 മണ്ഡലങ്ങൾ കൂടി തിരിച്ചുപിടിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാനുമുള്ള തീരുമാനമടക്കം എടുത്തുകൊണ്ടാണ് പോകുന്നത്. പാർട്ടി സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്നത് ഫലപ്രദമായ നിലയിൽ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ജില്ലാ സമ്മേളനം സമാപിച്ചിട്ടുള്ളത്. സിജു, ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ തന്നെ ആത്മവിശ്വാസം പ്രകടമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നതിന് എല്ലാവിധത്തിലുള്ള ഒരു ശക്തി അദ്ദേഹം ആർജിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ശരി രാജ്കുമാർ, ഏതായാലും CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് സമാപനമാണ്. എസ് സുധേവൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരും. 46 അംഗ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു.